വെടിനിർത്തലിന് പുല്ലുവില കൽപ്പിച്ച് ഗസയിൽ ഇസ്രായേൽ ആക്രമണം തുടരുന്നു. 6 കുഞ്ഞുങ്ങളടക്കം 21 പേരെ കൂടി ഇസ്രായേൽ സേന കൊലപ്പെടുത്തി. വെടിനിർത്തൽ കരാറിന് ശേഷം 500-ലേറെ പേരാണ് ഗസയിൽ കൊല്ലപ്പെട്ടത്. അബ്ബാസ് മുഹമ്മദ് വിവരങ്ങൾ നൽകും. അബ്ബാസ്, വീണ്ടും വെടിനിർത്തൽ കരാർ ലംഘനം നടത്തിയിരിക്കുകയാണ് ഇസ്രായേൽ. അത് തുടർച്ചയാവുകയാണ്. ഗസയിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി എവിടങ്ങളിലൊക്കെയാണ് ആക്രമണം ഉണ്ടായത്? ദിവ്യ, ഖാൻ യൂണിസിലും അതുപോലെ ഗസ സിറ്റിയിലുമാണ് ഇന്ന് അനിഷ്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഇസ്രായേലിൻ്റെ ആക്രമണമുണ്ടായത് ഇസ്രായേൽ ഗസയിൽ നിന്നുള്ളൊരു ആക്രമണം ഉണ്ടായി, അതിലൊരു ഇസ്രായേൽ സൈനികന് പരിക്കേറ്റു എന്ന് പറഞ്ഞാണ് ഇന്ന് വളരെ രൂക്ഷമായ രീതിയിലുള്ള ഒരു ആക്രമണം ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത്. ഇതിലാണ് കുഞ്ഞുങ്ങളടക്കം 21 പേർ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇതോടുകൂടെ 529 പേരാണ് ഈ ആദ്യഘട്ട വെടിനിർത്തൽ കരാറിന് ശേഷം ഗസയിൽ മാത്രം കൊല്ലപ്പെട്ടത്. ഇതിൽ യൂണിസെഫിൻ്റെ കണക്ക് പ്രകാരം 80-ലേറെ പേർ കുഞ്ഞുങ്ങളാണ് എന്നുകൂടി നമ്മൾ ആലോചിക്കണം. ആർക്കെതിരെയാണ് ആക്രമണം നടക്കുക എന്നുള്ളത് കൂടി നമ്മൾ ഈ ഘട്ടത്തിൽ നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട്. ടാർപോളിൻ ഷീറ്റുകൾ മെഞ്ഞ് ടെൻറ്റുകൾ കെട്ടിയ മനുഷ്യർക്ക് നേരെയാണ് ഇസ്രായേലി നരനായാട്ട് നടത്തിയിരിക്കുന്നത്. ഇന്ന് 21 പേർ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഈ ഗസയുമായി ബന്ധപ്പെട്ട ന്യൂ ഗസയുമായി ബന്ധപ്പെട്ട ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് ശേഷം നടക്കുന്ന ഏറ്റവും വലിയ രണ്ടാമത്തെ ആക്രമണമാണ്. 2 ദിവസം മുമ്പാണ് 31 പേർ കൊല്ലപ്പെട്ട ഒരു ആക്രമണം ഇസ്രായേലിലുണ്ടായത്. അതിനുശേഷമാണ് രക്തരൂഷിതമായ മറ്റൊരു ആക്രമണം കൂടി ഉണ്ടായിട്ടുള്ളത്. ഇതിൽ കുഞ്ഞുങ്ങളുണ്ട്, അതുപോലെ സ്ത്രീകളുണ്ട്, പ്രായമായവരൊക്കെ ഇന്ന് മരിച്ചവരുണ്ട്. ഗസ സിറ്റിയിലും അതുപോലെ ഖാൻ യൂണിസിലുമാണ് ഈ ആക്രമണം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇതോടുകൂടെ തന്നെ ഗസയിൽ തുടർച്ചയായിട്ടുള്ള വെടിനിർത്തൽ ലംഘനം ഇസ്രായേലിൻ്റെ തുടരുകയാണ്. ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ 529 പേർ കൊല്ലപ്പെടുന്നു. ആകെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 72,000-ലേക്ക് അടുക്കുന്നു. പരിക്കേറ്റവരുടെ എണ്ണം 1,71,000 കവിയുന്നു എന്നുള്ളതാണ്. ഇതോടുകൂടെ തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യം, റഫ അതിർത്തി തുറന്ന ശേഷമാണ് ഈ ആക്രമണങ്ങൾ ഉണ്ടാകുന്നതെന്നും കൂടിയാണ്. റഫ ഒരുപാട് കാലമായി, 2 വർഷത്തിലേറെ കാലമായി ഫലസ്തീനുകൾ കാത്തിരിക്കുന്നതാണ്. അവിടെ ലൈഫിലാണ് റഫ എന്ന് പറയുന്നത്. ആ റഫയിലൂടെയുള്ള മൂവ്മെൻറ്റുകൾ ആരംഭിച്ചിട്ടുമുണ്ട്. എന്നാൽ ഏതാനും ആളുകളെ മാത്രമാണ് മെഡിക്കൽ എവാക്വേഷൻ ആവശ്യമുള്ള വളരെ പരിമിതമായ ആളുകൾ മാത്രമാണ് നിലവിൽ റഫയിൽ നിന്ന് ഈജിപ്തിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത്. ഫെബ്രുവരി 1-ാം തീയതിയാണ് റഫ തുറന്നത്. ഇത് തന്നെ വളരെ ട്രയൽ റണ്ണായിരുന്നു. രണ്ടാമത്തെ ദിവസം 5 രോഗികളടക്കം വെറും 12 പേരെ മാത്രമാണ് ഈജിപ്തിലേക്ക് പോകാൻ ഇസ്രായേൽ ഭരണകൂടം അനുമതി നൽകിയത്. ഇന്ന് എത്ര പേർ പോയി എന്ന കാര്യത്തിൽ നമുക്ക് വ്യക്തതയില്ല. എങ്കിൽ പോലും പരമാവധി 50 പേരെ മാത്രമേ കടത്തിവിടുകയുള്ളൂ എന്ന് നേരത്തെ തന്നെ ഇസ്രായേൽ ഭരണകൂടം വ്യക്തമാക്കിയിരുന്നതാണ്. മുൻ ദിവസത്തിൻ്റെ സാഹചര്യങ്ങൾ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാകുന്ന കാര്യം, ഏതായാലും ഇന്നലത്തെ കഴിഞ്ഞ തിങ്കളാഴ്ചയിലെ അതേ എണ്ണം തന്നെയായിരിക്കും, ഏകദേശം അത്ര തന്നെ എണ്ണം മാത്രമായിരിക്കും മെഡിക്കൽ എവാക്വേഷൻ നടന്നിട്ടുണ്ടാവുക. ഈ റഫേൽ മാത്രം 20,000-ലെ പേരാണ് അടിയന്തര ചികിത്സ ആവശ്യമായി കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ കിഡ്നി പേഷ്യൻസുകളുണ്ട്, ഗുരുതരമായി മുറിവേറ്റവരുണ്ട്, 4,000 കുഞ്ഞുങ്ങളുണ്ട്. ഈ ഘട്ടത്തിൽ കൂടിയാണ് ഇസ്രായേൽ അതിൻ്റെ ക്രൂരത തുടർന്നുകൊണ്ടിരിക്കുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇതോടുകൂടെ തന്നെ റഫയുമായി ബന്ധപ്പെട്ട വെടിനിർത്തലിൻ്റെ 2ാം ഘട്ടവുമായി ബന്ധപ്പെട്ട ചർച്ചകളും പുരോഗമിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് US-ൻ്റെ പ്രത്യേക പ്രതിനിധി, പശ്ചിമേഷ്യയിലേക്കുള്ള പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവുമായി കൂടിക്കാഴ്ച നടത്തിയത് ന്യൂ ഗസ അടക്കമുള്ള വിഷയങ്ങളിൽ. ന്യൂ ഗസ എന്ന് പറയുന്നത് ഗസയിൽ നടപ്പാക്കുന്ന ഒരു multi-billion പ്രോജക്റ്റാണ്. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കായി നേരത്തെ ഒരു തവണ ജറാദ് കുഷ്ണറും അതുപോലെ സ്റ്റീവ് വിറ്റ്കോഫും ഇസ്രായേൽ വന്നിരുന്നു. തുടർച്ചയായിട്ടുള്ള ഒരാഴ്ചക്കിടെ 2ാമത്തെ വരവാണ് സ്റ്റീവ് വിറ്റ്കോഫിൻ്റെത്. അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതോടുകൂടെ തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യം, 2 ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ആക്രമണത്തിൽ 31 പേർ കൊല്ലപ്പെടുന്ന ആക്രമണം. ആ ആക്രമണത്തിൽ 8 ഇസ്ലാമിക രാഷ്ട്രങ്ങൾ, ഖത്തർ അടക്കമുള്ള UAE അടക്കമുള്ള ഈജിപ്ത് അടക്കമുള്ള ഇസ്ലാമിക രാഷ്ട്രങ്ങൾ വളരെ രൂക്ഷമായ ഭാഷയിൽ അതിനെതിരെ പ്രതികരിച്ചിരുന്നു. അതിനുശേഷമാണ് വീണ്ടും ഒരു ആക്രമണം തങ്ങളുടെ ഇസ്രായേൽ സൈനികന് നേരെ ഉണ്ടായി എന്ന് പറഞ്ഞ് ഇസ്രായേൽ കഴിഞ്ഞ 24 മണിക്കൂറിനൂടെ വീണ്ടും നടത്തിയത്. എയർ ഷെല്ലിങ്ങിലും